വളരെ പ്രസക്തമായ ഒരു വിഷയം, വളരെ ശ്രദ്ധേയമായ ഒരു ദിവസത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 103 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് സേന വെടിവെച്ച് കൊന്ന ഒരു ധീര സ്വാതന്ത്ര്യ സമര സേന വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. വാര്യംകുന്നത്ത് ഹാജിയെക്കുറിച്ച് ആ ഘട്ടത്തിൽ ഇവിടെ പോലീസ് മേധാവിയായിരുന്ന ഹിച്ച്കോക്ക് തന്റെ പുസ്തകങ്ങളിലെ രേഖകളിൽ രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ ഒരു മേഖല പറഞ്ഞുകൊണ്ട് ആ മേഖലയിലുള്ള ജനങ്ങൾ അവരൊക്കെ ഭയന്ന് വിറക്കുമായിരുന്നു എന്നാണ്. സ്വാഭാവികമായും ഹാജിയുടെ അനുയായികളല്ല ആ ഭയന്ന് വിറച്ചിരുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു മേഖലയില് തെക്കൻ മലബാർ മേഖലയിൽ ഒന്നാകെ ഭയന്ന് വിറച്ചിരുന്ന ഒരു പേരായിരുന്നു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. 103 വർഷങ്ങൾക്ക് ശേഷവും ഹാജിയുടെ പേര് കേൾക്കുമ്പോൾ കുറെ ആളുകൾ സ്വതന്ത്ര ഇന്ത്യ രാജ്യത്ത് ഭയന്ന് വിറക്കുന്നുവെങ്കിൽ ആ പേര്, അതിന്റെ മാസ്മരികത, അത് പകരുന്ന ഒരു ആത്മവീര്യം, ആത്മധൈര്യത്തിന്റെ, ധീരതയുടെ സമഗ്ര രൂപമായി ആ പേര് ഉയർന്നു നിൽക്കുന്നു എന്ന് നമുക്കിന്ന് അഭിമാനത്തോടു കൂടി നമ്മുടെ അനുസ്മരണം ആരംഭിക്കുമ്പോൾ നമുക്കത് ഓർക്കാൻ കഴിയുന്നു. 103 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം രക്തസാക്ഷി. 921 മലബാർ പോരാട്ടത്തെക്കുറിച്ച്, മലബാർ സമരത്തെക്കുറിച്ച്, ആ സമരത്തിന്റെ 25ാം വാർഷികത്തില് ഈ പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ പരിപാടികൾ ഉണ്ടായി. 50ാം വാർഷികത്തിൽ 971 ഡോക്ടർ സി കെ കരിയുടെ ചരിത്രം എന്ന് പറയുന്ന മാസിക അതിന്റെ ഒരു പ്രത്യേക പതിപ്പിറക്കിയിരുന്നു. ചില ചെറിയ സമ്മേളനങ്ങളൊക്കെ നടത്തി. 75ാം വാർഷികം 1996 തിരൂരങ്ങാടിയിലും പൂക്കോട്ടൂരും കോഴിക്കോട്ടും ചില ചെറിയ പരിപാടികൾ അന്ന് 921 അനുസ്മരണ സമിതി സംഘടിപ്പിച്ചു. ഇതിനിടയ്ക്ക് അനുസ്മരണ സമിതിയുടെ തിരങ്ങാടിയിൽ ഒരു സോവനീർ ഇറങ്ങി. ഇത്രയുമാണ് 75 കൊല്ലത്തിനിടയ്ക്ക് മലബാർ മേഖലയിൽ കേരളത്തില് ഈ 21 പോരാട്ടത്തെ അനുസ്മരിച്ചുകൊണ്ട് കാര്യമായി നടന്നത്. പക്ഷെ ഈ കഴിഞ്ഞ 25 വർഷം, 75 ശേഷം ഈ 921 പോരാട്ടത്തിന്റെ 100ാം വാർഷികം എത്തുമ്പോഴും അതിന് തുടർന്നുള്ള വർഷങ്ങളിലും നമുക്ക് രണ്ടെണ്ണം കാണാൻ കഴിയുന്നുണ്ട്. ഒരു വശത്ത് വാര്യംകുന്നനെ, അതുപോലെ തന്നെ 21 സ്വാതന്ത്ര്യ സമരത്തെ അതൊരു വർഗീയ കലാപമായിരുന്നു, ഹിന്ദു വിരുദ്ധ സമരമായിരുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് അങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് വാര്യംകുന്നനെയും അതുപോലുള്ള ആ സമരത്തിന് ധീരോദാത്തമായ നേതൃത്വം നൽകിയ മാപ്പിളമാരെ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള, അവരുടെ പേരിൽ ഇല്ലാത്ത ചാപ്പകൾ കുത്തുന്നതിന് വേണ്ടിയുള്ള ഹിന്ദുത്വരുടെ ശ്രമം ഒരു വശത്ത് നടക്കുന്നു. ആ ശ്രമങ്ങളുടെ തീവ്രരൂപം കഴിഞ്ഞ 4-5 വർഷങ്ങളിൽ പുറത്തു വന്നു. നിരവധി പുസ്തകങ്ങൾ അത് സംബന്ധിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ടു. കഴിഞ്ഞ 75 വർഷം ഞാൻ പ്രത്യേകം പറഞ്ഞത് 75-90 വരെ ആ സമരവുമായി ബന്ധപ്പെട്ട ആളുകളോ അവരുടെ മക്കളോ അവരുടെ പേരമക്കളോ ഒക്കെ സജീവമായിട്ട് ഈ മലബാറിൽ ജീവിച്ചിരുന്നിരുന്നു. അന്നൊന്നും കെട്ടുകഥകൾ പറയാൻ കഴിയാതിരുന്ന ആളുകൾ അത് നേരിട്ട് വെല്ലുവിളിക്കുന്നതിന്, അതേ സംബന്ധിച്ച് ചരിത്രപരമായ തെളിവുകൾ നൽകുന്നതിന് സാധ്യമാകുന്ന ആളുകൾ ജീവിച്ചിരുന്ന കാലത്തൊന്നും അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതിരുന്ന ആളുകൾ ഇവരൊക്കെ മരിച്ചുപോയിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് മലബാർ സമരത്തിന്റെ 90ാം വർഷം കഴിഞ്ഞതിനു ശേഷം എണീറ്റ് വന്ന് മലബാർ സമരത്തിന് പുതിയ പുതിയ മാനങ്ങൾ അവർ കണ്ടെത്തുന്നു. അവർ കുറെ കിണറുകൾ കണ്ടെത്തുന്നുണ്ട്, അവർ കുറെ മലകൾ കണ്ടെത്തുന്നുണ്ട്, അവർ കുറെ ഗുഹകൾ കണ്ടെത്തുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ പ്രകടമായ ഹിന്ദു മുസ്ലിം സഹോദര്യത്തെ കുറിച്ച്, അതിന് ഇടയിൽ പ്രകടമായ മതേതര പോരാട്ടത്തെ കുറിച്ച്, ആ പോരാട്ടത്തിന് തുടക്കം കുറിച്ച വസ്തുതകളെ കുറിച്ച്, ആ പോരാട്ടത്തിലൂടെ ആയിരക്കണക്കിന് വരുന്ന ഈ മേഖലയിലെ ജനത, ഇവിടുത്തെ കുടുംബങ്ങൾ, വിശേഷിച്ച് സ്ത്രീകൾ, വൃദ്ധന്മാർ, കുട്ടികൾ അവരനുഭവിച്ച പീഡനങ്ങളെ സംബന്ധിച്ച് കണ്ണടച്ചുകൊണ്ട് ചില പ്രത്യേകമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സമര നേതാക്കളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് പറയേണ്ടി വരുന്നു. അനുസ്മരിക്കാൻ ഏതാണ്ട് 100 വർഷത്തോളം ഇത്തരത്തിലുള്ള വിപുലമായ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല.
ഇന്ന് നമുക്കറിയാം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിശേഷിച്ച് മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ വാര്യംകുന്നത്തിന്റെ സമര സഖാക്കളെയും അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മഞ്ചേരിയിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് നാളെ ഒരു പരിപാടി നടക്കുന്നു, പാണ്ടിക്കാട് മറ്റു പരിപാടി നടക്കുന്നു, മലബാർ മറ്റ് വിവിധ മേഖലകളിൽ ഇത്തരം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് വാര്യംകുന്നത്തിനെ അനുസ്മരിക്കാനുള്ളത്? ഉദ്ഘാടന പ്രശ്നത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വരും തലമുറകൾക്ക് ഈ സന്ദേശം കൈമാറേണ്ടതുണ്ട്. വാര്യംകുന്നത്ത് ഉയർത്തിപ്പിടിച്ച സന്ദേശം കൈമാറേണ്ടതുണ്ട്. അത് ആത്മവീര്യത്തിന്റെ, സ്വാതന്ത്ര്യബോധത്തിന്റെ, അടിച്ചമർത്തലിന് വിധേയമായി ജീവിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന പ്രഖ്യാപനത്തിന്റെ പ്രഖ്യാപനത്തിന്റെ ആവർത്തനമാണ് ചരിത്രം കാത്തിരിക്കുന്നത്. വാര്യംകുന്നത്ത് നൽകുന്ന സന്ദേശം അതാണ്. നമുക്ക് വാര്യംകുന്നത്തിൽ നിന്നുള്ള പാഠമായി ഉൾക്കൊള്ളാനുള്ളതാണ്. നമ്മുടെ വരും തലമുറകൾക്ക് നമുക്ക് കൈമാറാനുള്ളത്. അദ്ദേഹം പറഞ്ഞു, വാര്യംകുന്നത്തെ കുറിച്ച് നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ പുസ്തകങ്ങളോ ലേഖനങ്ങളോ ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും എന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ വാര്യംകുന്നത്തിന്റെ ചരിത്രത്തിലേക്ക് കൂടുതൽ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിൽ പോലും ചക്കിപ്പറമ്പൻ കുടുംബാംഗമാണ്. ചക്കിപ്പറമ്പൻ മൊയ്തീൻകുട്ടി ഹാജിയുടെയും തൂവൂരിലെ പറവട്ടി കുഞ്ഞാലി ഷാഹിബയുടെയും രണ്ടാമത്തെ മകനായിട്ടാണ് കുഞ്ഞാമത് ജനിക്കുന്നത്. അത് അവരുടെ താമസം അങ്ങോട്ട് മാറ്റുന്നത് കൊണ്ട് ഈ വള്ളുവങ്ങാട് ആ പ്രദേശം, നെല്ലിക്കുത്തിനടുത്ത് വള്ളുവങ്ങാട് പ്രദേശത്തേക്ക് മാറ്റുന്നതുകൊണ്ട് വാര്യംകുന്നത്ത് പ്രദേശത്തായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മാത്രം, ഈ ചക്കിപ്പറമ്പൻ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ മാത്രം വീട്ടുപേര് വാര്യംകുന്നത്തായി മാറും. അദ്ദേഹം അതിന്റെ പിതാവിനെ മറ്റൊരു പോരാട്ടത്തിന്റെ പേരിൽ 1894 നടന്ന മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് സമരം എന്ന് പറയും. ആ പള്ളിക്കുറുപ്പ് സമരത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പിതാവിനെ പിടികൂടുകയും അന്തമാനിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ഈ പള്ളിക്കുറുപ്പ് സമരം നടക്കുന്നത് ഏതെങ്കിലും മാപ്പിളമാർക്ക് വേണ്ടിയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ മേഖലയിൽ നടക്കുന്ന നിരവധി പോരാട്ടങ്ങൾ ഇത് മാപ്പിളമാരുടെ ജീവന സ്വത്തിനും വേണ്ടി മാത്രമുള്ള സമരങ്ങളായിരുന്നില്ല. പള്ളിക്കുറുപ്പിൽ സമരം നടക്കുന്നത് ഒരു ദരിദ്രയ്ക്ക് നേരെ, ഒരു ദരിദ്ര സ്ത്രീക്ക് നേരെ ഒരു ജന്മിയിൽ നിന്നുണ്ടാകുന്ന കയ്യേറ്റത്തിനെ കുറിച്ചാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ചെറൂർ ശുഹദാക്കളെ കുറിച്ച്. എന്താണ് അവിടെ പ്രശ്നം നടന്നത്? മമ്പ്രതങ്ങൾ നേരിട്ടിറങ്ങി പടയിൽ പങ്കാളിയായി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നതാണ് ചെറൂര്. അവിടെ അസമത്വത്തിൽ നിന്ന്, ജാതീയമായ പീഡനങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടി ചീരു എന്നുമൊക്കെ പേരുള്ള ഒരു സാധാരണ ദരിദ്ര സ്ത്രീ, ആ സ്ത്രീ ഇസ്ലാം സ്വീകരിക്കുന്നു. അവിടുത്തെ ജന്മിയായ പണിക്കരുടെ രക്ഷപ്പെടുക്കലാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ജോലിക്കാരിയാണ്. പക്ഷെ ഇവര് മാറുമറച്ച് ജോലിക്കെത്തുന്നത് പണിക്കർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പണിക്കർ അവരുടെ വസ്ത്രം വലിച്ചു കീറുന്നു. അവര് പരാതിയുമായി മമ്പ്രതങ്ങളുടെ അടുത്തെത്തുന്നു. മമ്പ്രതങ്ങളുടെ വലിയക്കാരുടെ സുഹൃത്താണ് പണിക്കർ. പക്ഷെ ആ സൗഹൃദം തങ്ങൾ വകവെക്കുന്നില്ല. അത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതല്ല എങ്കിൽ മര്യാദക്ക് സമത്വവും ജാതീയതയും, ആ സമത്വം തേടി ജാതീയത വെടിയുന്നതിന് വേണ്ടി ദൈവത്തെ സ്വീകരിക്കുന്ന ജനസമൂഹങ്ങളുടെ നേരെ വീണ്ടും വീണ്ടും കൈകൾ ഉയരും എന്ന് മനസ്സിലാക്കിയ മമ്പ്രതങ്ങൾ അനുഗ്രഹിച്ചേക്കുകയാണ് ഒരു വിഭാഗത്തെ പണിക്കർക്ക് നേരെ സമരം ചെയ്യുന്നതിന് വേണ്ടി. ആ പോരാട്ടം നേരിടുന്നതിന് ജന്മിയെ സഹായിക്കുന്നതിന് ബ്രിട്ടീഷുകാരെത്തുന്നു. ആ ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടത്തില് 7ഓളം മാപ്പിളമാര് അവരവിടെ ധീര രക്തസാക്ഷികളാകുന്നുണ്ട്. അവരുടെ ചെറൂർ ശുഹദാക്കൾ എന്ന് പറയുന്നത് അവരെ. അവിടെ വെച്ച് മമ്പ്രതങ്ങൾക്കും തുടക്കം വെടിയേറ്റതും പിന്നീടുണ്ടായ രോഗത്തിലാണ് അദ്ദേഹം മരണമടഞ്ഞത് എന്നുമൊക്കെയാണ് ചരിത്രം രേഖപ്പെടുത്തി. ഏതായാലും മറുവശം ഞാൻ പറയുന്നത് ഈ പള്ളിക്കുറുപ്പ് പോരാട്ടത്തിൽ ഈ ദലിത് സ്ത്രീ അവർ സഹായം തേടി ആദ്യം എത്തുന്നത് ഒരു മനയിലാണ്. ഉളപ്പമണ്ണ മനയാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ആ മനയിൽ അവിടുത്തെ മനയിലെ ഇല്ലത്ത് നമ്പൂതിരിക്ക് അവരെ സഹായിക്കണമെന്നുണ്ട്. അതിന് ശേഷിയില്ല. അവിടുത്തെ മാപ്പിള നേതാക്കളെ വിളിച്ചു ചേർക്കുകയാണ് ആ പ്രദേശത്തുള്ള. അങ്ങനെയാണ് അവിടുത്തെ ഉസ്താദുമായിട്ട് പണ്ഡിതന്മാരുമായിട്ട് സംസാരിച്ച് അവരുടെ അഭ്യർത്ഥന പ്രകാരമാണ് വിജ്ഞാനദേവിയുടെ പിതാവായ ഈ ചക്കിപ്പറമ്പൻ മൊയ്തീൻകുട്ടി ഹാജി അദ്ദേഹം എത്തുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഈ ചെക്കു എന്ന് പറയുന്ന പുന്നക്കാരൻ ചെക്കു എന്ന് പറയുന്ന മറ്റൊരാളെത്തുന്നത്, അദ്ദേഹത്തിന്റെ സുഹൃത്തെത്തുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടം. ഈ പോരാട്ടത്തിൽ നിരവധി ആളുകൾ രക്തസാക്ഷികളായി. ഞാൻ പറയട്ടെ, ആ രക്തസാക്ഷികളായ ആളുകളെയൊക്കെ കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാർ പെരിന്തൽമണ്ണ അന്ന് താലൂക്ക് ഓഫീസാണെന്ന് തോന്നുന്നു, അതിനടുത്തുള്ള ഒരു കിണറ്റിലാണ് ആ മൃതദേഹങ്ങൾ മയ്യത്തുകൾ മുഴുവൻ കൊണ്ടുവന്നിട്ടത്. കിണറുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ കിണറുകളൊക്കെ ആലോചിക്കണം.
പള്ളിക്കുറുപ്പ് പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടത്തിൽ ഷഹീദായ ആളുകളുടെ മൃതദേഹങ്ങൾ കൊണ്ടുവന്നിട്ട് കിണറുകൾ പെരിന്തൽമണ്ണയിലുണ്ട്. ആ കിണറിനെ പറ്റി കണക്കെടുക്കാൻ ആളില്ല. അവിടെ എത്ര തലയോട്ടികളിൽ നിന്ന് കണ്ടെത്താൻ ആളില്ല. അത് ചരിത്രത്തിന്റെ ഭാഗമായി വരുന്നില്ല. ഇതിനുശേഷം 1894 പള്ളിക്കുറുപ്പ് പോരാട്ടം. 1896 ഇതേ മഞ്ചേരിയില് മറ്റൊരു പോരാട്ടം നടക്കുന്നുണ്ട്. ആ മഞ്ചേരിയിലെ പോരാട്ടത്തില് ഇവിടെ ചമ്പ്രശ്ശേരി ഭാഗത്ത് കുടിയിറക്കിയ മഞ്ചേരിയിലെ മഞ്ചേരി ഗോലോകവുമായി ബന്ധപ്പെട്ട ജന്മിമാർക്കെതിരെ അവർക്കെതിരെയാണ് ഈ കുടിയിറക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള പോരാട്ടം നടക്കുന്നത്. ആ പോരാട്ടത്തിന് അവരുടെ സഹായത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരെത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ പോരാട്ടത്തിൽ വാര്യംകുന്നൻ കുഞ്ഞാമദാജി പങ്കാളിയായിരുന്നു എന്നും അതില് 94 പേർ അവിടെ പങ്കെടുത്ത എല്ലാവരും മരിച്ചു എന്നാണ് അവർ ധരിച്ചിരുന്നത്. പക്ഷെ അവിടെ നിന്ന് ഇദ്ദേഹം രക്ഷപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഏതായാലും 94 മഞ്ചേരിയിൽ 1896 മരണപ്പെട്ടത് ഷഹീദായി. ഈ ഒരു പോരാട്ട ചരിത്രം മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമുക്കറിയാമല്ലോ, വേറെയും നിരവധി ചരിത്രങ്ങൾ. പിന്നീട് കുടുംബം അദ്ദേഹത്തെ ബോംബെയിലേക്ക് അയക്കുന്നു, മക്കയിലേക്ക് അയക്കുന്നു, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇതുപോലുള്ള ചരിത്രങ്ങളൊക്കെ നമുക്ക് ചരിത്ര പുസ്തകങ്ങളിൽ കണ്ടെത്താനും വായിക്കാൻ കഴിയും. ഏതായിരുന്നാലും അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ അദ്ദേഹത്തിന്റെ കച്ചവടവുമായി അദ്ദേഹത്തിന് കാളവണ്ടിയാണ്. ഇന്നത്തെ ഒരു ലോറിയുടെ അവസ്ഥയാണ് അന്നത്തെ കാളവണ്ടിക്ക് നമുക്കറിയാം. ഈ കാളവണ്ടിയുടെ ഉടമസ്ഥ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല. കുറെ കാളവണ്ടികൾ ഉണ്ടാവുമായിരുന്നു. തടി വ്യവസായിയായിരുന്നു. അതുപോലെ തന്നെ കട നടത്തി. ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ മാന്യമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മഞ്ചേരി ചന്തയിൽ വെച്ച് 2 മാന്യന്മാർ അദ്ദേഹത്തെ വന്ന് ഖിലാഫത്തിന്റെ കാര്യങ്ങൾ പറയും. അത് കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഞാൻ മനസ്സിലാക്കുന്നത് രമയ്യനാണ്, മഞ്ചേരി അഡ്വക്കേറ്റ് മഞ്ചേരി. ഏതായാലും ഈ 2 ആളുകൾ വന്ന് സംസാരിക്കുമ്പോ കുഞ്ഞാമദാജിയുടെ ആദ്യത്തെ ചോദ്യം ഖിലാഫത്ത് അത് തുർക്കിയുടെ കാര്യമല്ലേ എന്നാണ്. തന്റെ മൊഴിയിൽ പറഞ്ഞ് അവർ പറയുന്നത്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, തുർക്കിയുടെ കാര്യമല്ലേ? ഖിലാഫത്ത് തുർക്കിയിലാണല്ലോ അവിടുത്തെ സംഭവങ്ങൾ നടക്കുന്നത്. നമുക്കറിയാം, ലോകത്ത് വേറെ എവിടെയും തുർക്കിയിലെ ഖിലാഫത്തിന് വേണ്ടി ഒരു പോരാട്ടം നടന്നിട്ടില്ല. വേറെ എവിടെയും നടന്നിട്ടില്ല. തുർക്കിയിൽ തന്നെ അവിടെ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഭിന്നിപ്പും ബാക്കിയുള്ള ഇടപാടുകളുമായിട്ട് കുറെ പ്രശ്നങ്ങൾ നടന്നില്ല. ഇവിടെ സ്വാതന്ത്ര്യ സമരവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ അവിടെ തുർക്കിയിൽ ഉസ്മാനിയ ഖിലാഫത്തിന്റെ അന്ത്യം കുറിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരെടുത്ത റോഡ് ആദ്യം 1-ാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ഈ ഖിലാഫത്തിന് ഒന്നും സംഭവിക്കില്ല, ഞങ്ങൾ സംരക്ഷിക്കും, അതിന് ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ കാലുമാറുകയും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പിന്തുണ ആ ഖിലാഫത്തിനെ തകർക്കുന്നതിന് ഉണ്ടാവുകയും ചെയ്തു. ആ സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തില് മുസ്ലിങ്ങളെ കൂടുതൽ സജീവമായി രംഗത്തിറക്കുന്നതിന് വേണ്ടിയാണ് മൗലാന മുഹമ്മദ് അലിയുടെയും മൗലാന ഷൗക്കത്ത് അലിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊള്ളുന്നതും അഥവാ മഹാത്മജിയുടെ ആശയമനുസരിച്ച് കോൺഗ്രസുമായി സഹകരിക്കും. ഇങ്ങനെയുള്ള ഒരു പോരാട്ടം ഒന്നിച്ചു നടത്തിയാൽ അത് ഇന്ത്യയുടെ മൊത്തം ജനതയെ ഉൾക്കൊള്ളുന്ന മറ്റു ഭിന്നതകൾക്ക് അതീതമായി നിന്നുകൊണ്ട് ഒന്നിച്ച് ബ്രിട്ടീഷുകാർക്കെതിരായ ഒരു പോരാട്ടമായി മാറും എന്ന നല്ല പ്രതീക്ഷയോടു കൂടിയാണ് ദേശീയ നേതാക്കൾ എത്തുന്നത്. 1920 ഓഗസ്റ്റിൽ ഇവിടെ കോഴിക്കോട്ട് മഹാത്മാഗാന്ധിയും അതുപോലെ തന്നെ മൗലാന ഷൗക്കത്ത് അലിയും പങ്കെടുക്കുന്ന വലിയ സമ്മേളനം നടക്കുന്നു. ആ സമ്മേളനത്തിൽ വിശിഷ്ട അതിഥികളായിട്ട് നമ്മുടെ കുഞ്ഞാമദാജി മാലിമുസ്ലിയാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അന്നൊന്നും അദ്ദേഹം ഒരു നേതാവല്ല. ഇവിടെ പിന്നീട് കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന പണ്ഡിതനായ വ്യക്തി, അദ്ദേഹം കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്നു, ദേശീയ പ്രസ്ഥാന നേതാവായിരുന്നു. അദ്ദേഹം നെല്ലിക്കുന്ന് ചെന്നിട്ട് പ്രാദേശികമായ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ ആ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി. അതിന്റെ കേരള പ്രസിഡന്റും അതിന്റെ ജില്ലാ പ്രസിഡന്റൊന്നും അല്ല. അവിടെ നെല്ലിക്കുന്ന് പ്രാദേശിക ഘടകത്തിന്റെ പ്രസിഡന്റാണ് വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി. ആ വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി എങ്ങനെയാണ് 1921 പോരാട്ടത്തിന്റെ മുൻനിരയിലേക്ക് എത്തുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോഴാണ് ധീരമായ തന്റെ വിശ്വാസത്തിൽ അടിയുറച്ച, തന്റെ ആദർശ ബോധത്തിൽ അടിയുറച്ച, പറഞ്ഞ വാക്കുകളിൽ അടിയുറച്ച ജീവിതത്തിലൂടെ അതിന്റെ പ്രായോഗികവൽക്കരണത്തിലൂടെയാണ് കുഞ്ഞാമദാജി മുന്നോട്ട് വരുന്നത്. ഇവിടെ സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു അലി മുസ്ലിയാർ, നെല്ലിക്കുത്തുകാരനായ അലി മുസ്ലിയാർ. ഈ 2 കുടുംബങ്ങൾ നേരത്തെ ബന്ധമുള്ളതാണ്. അദ്ദേഹത്തിന്റെ അലി മുസ്ലിയാരുടെ ശിഷ്യത്വവും കുഞ്ഞാമദാജി കിട്ടിയിട്ടുണ്ട്. അലി മുസ്ലിയാരെ അവിടെ പിടികൂടി. ഒരു കാരണവുമില്ലാതെ നിരവധി ആളുകളെ അവിടെ പിടികൂടി. അതിനുശേഷം മഞ്ചേരിയില്
MP നാരായണമേനോനെ പിടികൂടി, ഒരു കള്ളക്കേസ് ഉണ്ടാക്കി. ഈ രണ്ടുപേരെയും പിടികൂടുമ്പോ അതിന്റെ തുടർച്ചയായിട്ടാണ് ഒഴിഞ്ഞു കിടക്കുന്ന ആ പദവിയിലേക്ക് വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദ് കയറി നിൽക്കുന്നത്. ഭീരുവായി പിന്തിരിഞ്ഞോടാമായി. സമരത്തിന് നേതാക്കന്മാരില്ല, ഇനി മുതൽ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാമായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ധീരമായി മുന്നോട്ട് വന്നു. ആ പഠനത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അദ്ദേഹം മാത്രമായിരുന്നില്ല, അദ്ദേഹത്തോടൊപ്പം ഒരു ഉയർന്ന നിരയുണ്ടായി. നമുക്കറിയാം, ആ പോരാട്ടത്തിന് അദ്ദേഹത്തോടൊപ്പം അണിനിരുന്ന ആളുകള് ഇവിടെ സംസാരിച്ചു. മോഴിക്കുന്നത്ത് പ്രമാദ നമ്പൂതിരിപ്പാടുണ്ടായിരുന്നു, വർഷങ്ങളോളം തടവിൽ കഴിയേണ്ടി വന്നു. അതുപോലെ തന്നെ ഈ MP നാരായണമേനോനുണ്ടായിരുന്നു, 14 വർഷം തടവിൽ കഴിയേണ്ടി വന്നു. അത് അവർ മാത്രമല്ല, അവരോടൊപ്പം ഉണ്ടായിരുന്ന നിരവധി മറ്റ് നേതാക്കളുണ്ട്. ആ നേതാക്കള് നമ്മൾ നോക്കുമ്പോ പാണ്ടിക്കാട് ഉള്ള നമ്പീശൻ, ഉണ്ണികൃഷ്ണൻ നമ്പീശന്, അതുപോലെ തന്നെ നാരായണൻ നമ്പീശന്, ഈ ആളുകൾ ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ, ഇവരുടെയൊക്കെ അതുപോലെ അദ്ദേഹത്തിന്റെ വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദ് സഹായിയായി നമുക്കൊരു താമിയെ കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ബ്രിട്ടീഷ് സേനയിൽ ജോലി ചെയ്തിരുന്ന, സേനയിൽ നിന്ന് പിരിച്ചുവിട്ട, പിന്നീട് അഞ്ചൂർ ഓഫീസില് പ്യൂണായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു സാധാരണ ദലിത് സൈനികനാണ്. ആ താമി ഈ പോരാട്ടത്തിന്റെ ഒരു ശക്തനായ നേതാവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണാർക്കാട് കൊച്ചുണ്ണി ഇളയനായർ എന്ന് പറയുന്ന മറ്റൊരു നേതാവുണ്ട്. പൂന്താനം ഇല്ലത്ത് രാമൻ നമ്പൂതിരി ഈ മലബാർ സമരത്തിന്റെ നേതാവാണ്. നേരത്തെ പറഞ്ഞ നാരായണൻ നമ്പീശൻ, അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ നമ്പീശനുണ്ട്. കാപ്പാട്ട് കൃഷ്ണൻ നായർ ഈ ഇവിടെ മഞ്ചേരി കേന്ദ്രീകരിച്ചിരുന്ന മഞ്ചേരി കുടുംബക്കാരനാണ്. മഞ്ചേരി കോടതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഗുമസ്തനായിരുന്ന ആളാണ്. എന്റെ നാട്ടിൽ നിലമ്പൂരിൽ ബ്രിട്ടീഷുകാരുമായിട്ട് നടന്ന പോരാട്ടത്തിലാണ് കാപ്പാട്ട് കൃഷ്ണൻ നായർ രക്തസാക്ഷിയാവുന്നത്. ഇതുപോലുള്ള നിരവധി ആളുകളുണ്ട്. ഈ ആളുകളെ ഒന്നും ചരിത്രത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ഇവർ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു, ഒന്നുകിൽ ഒപ്പം അല്ലെങ്കിൽ തൊട്ട് പിന്നിലുണ്ടായിരുന്നു എന്ന വസ്തുത. അതുപോലെ തന്നെ പറമ്പോട്ട് അപ്പുണ്ണി നായർ, ഞാൻ നേരത്തെ പറഞ്ഞത് നായിക്ക് താമി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ചരിത്രത്തിൽ. പറമ്പോട്ട് അച്യുതൻകുട്ടി മേനോൻ, ഇവരൊക്കെ അറിയപ്പെടുന്ന ആളുകളാണ്, അറിയപ്പെടുന്ന നേതാക്കന്മാരാണ്. ഈ ആളുകളൊക്കെ മലബാർ സമരത്തിന് നേതൃത്വം നൽകിയ ആളുകളാണ്. മലബാർ സമരത്തോടനുബന്ധിച്ച് നിരവധി കേസുകൾ ഉണ്ടായി. ഈ കേസുകളിൽ ഞാൻ എല്ലാവരും പറയുന്നില്ല, ആ ചെർപ്പളശ്ശേരി മണ്ണാർക്കാട് ഭാഗത്തൊക്കെയുള്ള കേസുകളുണ്ട്. അതിലൊന്ന് ചെർപ്പളശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണമാണ്. 1-ാം പ്രതിയുടെ പേര് കേൾക്കണം, ആമയങ്ങോട് കേശവൻ നായർ. അതുപോലെ തന്നെ മണ്ണാർക്കാട് ചൂരിയോട് പാലം കുളിച്ച കേസുണ്ട്. അതിലെ 1-ാം പ്രതി എടച്ചോല കുട്ടപ്പണിക്കർ, 2-ാം പ്രതി ചേനമ്പാറ അച്യുതപ്പണിക്കർ. നെല്ലിപ്പുഴ പാലം കുളിച്ച കേസ് 1-ാം പ്രതികളായിട്ട് അപ്പുള്ളി കേശവൻ നായർ, വാഴപ്പിള്ളി അപ്പു അഥവാ കേലു മേനോൻ, കുറ്റിപ്പുറത്ത് റെയിൽപാടങ്ങൾ ഒരുക്കിയ കേസ് ആലിക്കുന്നത്ത് കൃഷ്ണൻ നായർ, സമരത്തിന്റെ ഭാഗമായി കള്ളുഷോപ്പ് പിക്കറ്റ് ചെയ്ത കേസ് താമരത്ത് വേലായുധൻ നായർ, കള്ളിക്കാട്ട് മൂത്തക്കുട്ടി, നായിക്ക് നീലാണ്. ഇതുപോലുള്ള ആളുകളൊക്കെ ഈ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് അണിനിരന്നത്. അവരെ ഒന്നും ഈ ചാപ്പ കുത്താൻ കഴിയില്ല. അതുകൊണ്ട് വാര്യകുന്നത്ത് ആചാര്യയും ആലുമുസ്ലിയാരെയും മാത്രം തെരഞ്ഞുപിടിച്ച് ഇത്തരത്തിലുള്ള ചാപ്പകൾ കുത്തുക എന്നാണ് നമ്മൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കെ മാധവൻ നായരെ കുറിച്ച്. കെ മാധവൻ നായർ മലബാർ കലാപം എന്ന പുസ്തകം എഴുതി. അദ്ദേഹം പുസ്തകം എഴുതി എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം 1921 ഈ ഇതിനൊക്കെ ദൃക്സാക്ഷിയായിരുന്ന ആളാണ്, മഞ്ചേരിക്കാരനായിരുന്നു. 1923 മാതൃഭൂമി പാത്രത്തില് അദ്ദേഹം ഇത് സംബന്ധിച്ച അനുഭവങ്ങൾ എഴുതി തുടങ്ങിയപ്പോ കെ മൊയ്തുമൊലിയെ പോലെയുള്ള മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള ഈ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷികളായിരുന്ന അതിന് പങ്കാളിത്തം വെച്ചിരുന്ന ആളുകൾ ശക്തമായി ഇടപെടുകയും ഇത്തരത്തിൽ ഇല്ലാ കഥകൾ എഴുതരുത്, ഊഹങ്ങൾ വെച്ച് എഴുതരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതിന്റെ പ്രസിദ്ധീകരണം അവസാനിപ്പിക്കുകയും ചെയ്തു. ആ പ്രസിദ്ധീകരണം അന്ന് 1923 മാതൃഭൂമി പ്രസിദ്ധീകരണം നിർത്തി. പിന്നീട് അത് 50-ാം വാർഷികത്തിൽ 1971 ഇദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമാണ് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ആ പകുതിയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് തോന്നലുകളും ഊഹങ്ങളും കള്ളക്കഥകളും മാധവൻ നായർ എഴുതിയതാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലുള്ള വ്യക്തിപരമായി വാര്യകുന്നത്തിനെയൊക്കെ അദ്ദേഹത്തെ കുടുംബത്തെയൊക്കെ അധിക്ഷേപിക്കുന്ന വിവരങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അത് പുറത്തിറങ്ങിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് എഴുതിയതാണ് എന്ന് പറയാൻ പറ്റില്ല.
ഏതായിരുന്നാലും കെ മാധവൻ നായർ അന്ന് 1923 തയ്യാറാക്കി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ മലബാർ കലാപഠന കൃതിയിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നു. ഈ ഹിന്ദുത്വവാദികളൊക്കെ വളരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുവരുന്ന ഒന്നാണ് മാധവൻ നായരുടെ പുസ്തകം. 1857 ഇന്ത്യൻ ശിപായി ലഹളയ്ക്ക് ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ഇന്ത്യക്കാരുമായുണ്ടായ സംഘടനത്തിൽ ഏറ്റവും ഗംഭീരമായ പോരാട്ടമായിരുന്നു മലബാർ കലാപം എന്നാണ് കെ മാധവൻ നായർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് ബ്രിട്ടീഷ് സർക്കാരിന്റെ എതിരാളികളിൽ അഗ്രഗണ്യനായിരുന്നു വാര്യകുന്നത്ത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. അവിടെ അവസാനിപ്പിക്കുന്നില്ല, ഒരു വരി കൂടി മാധവൻ പറയുന്നുണ്ട്. സാധാരണക്കാരനായ അദ്ദേഹം തികഞ്ഞ ദേശാഭിമാനിയും മതാഭിമാനിയുമായിരുന്നു എന്ന് തൽക്കാലം ചിലർക്ക് നിന്ദ്യമായി തോന്നുമെങ്കിലും അതാണ് പരമാർത്ഥം എന്ന് രേഖപ്പെടുത്തി. തികഞ്ഞ ദേശാഭിമാനി എന്ന്, തികഞ്ഞ മതാഭിമാനി എന്ന് കെ മാധവൻ നായർ രേഖപ്പെടുത്തുന്നത് വാര്യകുന്നത്ത് കുഞ്ഞാമതായിരിക്കും. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മാധവൻ നായർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തുകൊണ്ട് ഈ രൂപത്തിൽ അദ്ദേഹം എഴുതി വെച്ചു എന്നത് മറ്റൊരു കാര്യം. ഏതായിരുന്നാലും ഈ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വാര്യകുന്നത്ത് ആളുകളുമായിട്ട് ചർച്ച ചെയ്യുന്നു. ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുകയല്ല, പലയിടങ്ങളിലായിട്ട് പാണ്ടിക്കാട് നമ്പീശന്മാരുടെ കളത്തിലാണ് ഒരു യോഗം ചേർന്നിരിക്കുന്നത്. 100 കണക്കിന് ആളുകൾ, പ്രമാണിമാർ പങ്കെടുത്ത, സാധാരണക്കാർ എന്ന് പറഞ്ഞുകൂടാ, പ്രമാണിമാരടക്കം പങ്കെടുത്ത യോഗം. ആ യോഗത്തില് പങ്കെടുത്ത ആളുകളുടെ പട്ടികയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ AK കോടൂരിന്റെ പേര് പ്രത്യേകം പറയണം. അദ്ദേഹം ഒരു മനുഷ്യൻ വർഷങ്ങളോളം അധ്വാനിച്ചിട്ട് ആണ് ഇതിന്റെ ആംഗ്ലോ മാപ്പിള യുദ്ധത്തിന്റെ പേരിൽ ഒരു പുസ്തകം പുറത്തു കൊണ്ടുവന്നത്. അത് പുറത്തിറക്കിയതിനു ശേഷം അതിനെ ആസ്വദിച്ചുകൊണ്ടാണ് മിക്കവാറും 1921 ബന്ധപ്പെട്ട ആഖ്യാനങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. അന്ന് അദ്ദേഹത്തിന്, ഞാൻ പറഞ്ഞത് എന്താണ്, 1921 ഈ സമരം നടന്ന 1996-97 ഘട്ടത്തില് ആദ്യമായിട്ട് AK കോടൂർ പുസ്തകം ഇറക്കുമ്പോൾ അതിനു പോലും വേണ്ടത്ര സപ്പോർട്ട് കിട്ടിയിട്ടില്ല. വലിയ പുസ്തകമാവും എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകത്തിന്റെ പേജുകളൊക്കെ വെച്ച് ചുരുക്കി, പോയിന്റൊക്കെ 8 പോയിന്റ് 9 പോയിന്റ് ആക്കി ചുരുക്കി, ആ പടങ്ങളൊക്കെ ഒഴിവാക്കി, ആ മനുഷ്യന്റെ അധ്വാനത്തിന്റെ 10% മാത്രമാണ് ഒരു പുസ്തകമായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഇന്ന് അതിന്റെ 2ാം ഭാഗം ഇറക്കാനും അതിന്റെ വിപുലമായ ഭാഗം ഇറക്കാനും ഒന്നാകെ ഇറക്കാനും ഒക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ആളുകൾ തിരയുമ്പോൾ ഒക്കെ ചെതറി പിടിച്ചു പോയിരിക്കുന്നു. മനുഷ്യൻ മരിച്ചു പോയിരിക്കുന്നു. അദ്ദേഹത്തോട് സമൂഹം നീതി ചെയ്തില്ല. നീതി ചെയ്തിരുന്നുവെങ്കിൽ വളരെ കൂടുതൽ ചരിത്ര വസ്തുതകൾ ഈ സമൂഹത്തിന് മുമ്പിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സംഭവത്തില് ഇവിടെ പാണ്ടിക്കാട് വെച്ച് നടന്ന ചർച്ചയിൽ ഒരു നയരേഖ, 10-13 കാര്യങ്ങളുണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു നയരേഖ വാര്യകുന്നത്തിന്റെ ആ പോരാട്ടത്തിന്റെ അവര് സ്ഥാപിച്ച മഞ്ചേരിയിൽ നിന്ന് അദ്ദേഹം ഒരു രാഷ്ട്രം പ്രഖ്യാപിക്കുന്നുണ്ട്, ആ ഒരു നാട് പ്രഖ്യാപിക്കുന്നുണ്ട്. ആ നാടിന്റെ ആസ്ഥാനമായി വന്നത് നിലമ്പൂരാണ്, എന്റെ ജന്മദേശമാണ് എന്നതിൽ എനിക്കതിയായ അഭിമാനം തോന്നുന്നു. അതുകൊണ്ടാണ് അതിവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ, സാദിഖ് സൂചിപ്പിച്ച പോലെ, നിലമ്പൂരൊക്കെ 1921 എന്ന പുസ്തകത്തിന് വേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങി. കാരണം നിലമ്പൂരിന്റെ പരിസര മേഖലകളും 1921 വഹിച്ച പങ്ക്, ഒതായിലെ പള്ളിയിൽ നടന്ന കൂട്ടക്കൊല, 127 ആളുകളെ ഇവിടെ വെച്ചു വന്നു. അവിടെ അതിനെ മക്ബറയിൽ എന്ന് പറയാൻ പറ്റില്ല, അത് ഒരു ഖബർസ്ഥാനത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പള്ളികൾ സമീപത്ത് തന്നെ അതിന്റെ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളെ കൊണ്ടുപോയി കാണിക്കണം ഇത്തരത്തിലുള്ള ചരിത്ര രേഖകൾ. പൂക്കോട്ടൂര് നമ്മൾ കാണിക്കണം, പാണ്ടിക്കാട് നമ്മൾ കാണിക്കണം. ഇതിലൂടെ തലമുറകൾക്ക് നമ്മുടെ സ്കൂളുകളിൽ നിന്ന് നമ്മൾ ടൂർ പോകാറുണ്ടല്ലോ, നമ്മുടെ മതസ്ഥാപനങ്ങളിൽ എന്തുകൊണ്ട് നമുക്ക് ടൂറുകൾ പോയിക്കൂടാ? എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള യാത്രകളിലൂടെ ചരിത്ര ബോധം നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകിക്കൂടാ? നമ്മൾ വിളിച്ചു പറയുന്നതിനേക്കാൾ കാണുന്നതും കണ്ടറിയുന്നതും അവർക്ക് കൂടുതൽ ചരിത്ര ബോധം നൽകും. ആ ബോധം വളരുന്ന തലമുറയിലൂടെ നമുക്ക് തലമുറകൾക്കായി കൈമാറുവാൻ കഴിയുന്നത് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുക. ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഈ നയരേഖയിൽ പാണ്ടിക്കാട് യോഗത്തിൽ തീരുമാനിച്ചതില് ഒന്ന്, എല്ലാ പാട്ടക്കുടിശ്ശികളും ജന്മിമാർക്ക് നൽകാനുള്ള കർഷക തൊഴിലാളികളുടെ എല്ലാ ഈ കുടികിടപ്പുകാരുടെ എല്ലാ പാട്ടക്കുടിശ്ശികകളും റദ്ദാക്കുന്നതിന് ആ നയരേഖ തീരുമാനിച്ചു. അവിടെ സാധാരണക്കാരായ ആളുകളെ ജീവിതം അത് വളഞ്ഞുപോയ ആളുകളെ നിവർന്നു നിൽക്കാൻ ആശ്വാസം നൽകിയ ഒരു തീരുമാനമായിരുന്നു അത്. അതുപോലെ തന്നെ അടുത്ത വർഷം പുതിയ ഭൂവുടമ വ്യവസ്ഥയും അത് പ്രഖ്യാപിക്കുമെന്ന് നയരേഖയിൽ പ്രഖ്യാപിച്ചു. മറ്റൊന്ന്, സാഹചര്യം വളരെയേറെ അസ്വസ്ഥത നിലനിൽക്കുന്ന സാഹചര്യമാണ്. ആളുകൾക്ക് പല മാനസികാവസ്ഥയാണ്. സ്വന്തമായി ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തില് മതം മാറ്റത്തിന് നിൽക്കരുത്, മതം മാറ്റത്തിന് ആരും തയ്യാറാകരുത് എന്ന്
വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിയും ചെമ്പ്രശ്ശേരി തങ്ങളും പാണ്ടിക്കാട് നമ്പീശന്മാരും കാപ്പാട്ട് കൃഷ്ണൻ നായരും ഇതുപോലുള്ള എല്ലാവരും ഉൾപ്പെടുന്ന 150ഓളം ആളുകൾ പങ്കെടുത്ത യോഗം തീരുമാനിക്കുകയാണ് മതം മാറ്റം ഉണ്ടാകരുത്. ഹിന്ദുക്കളുമായി ഏതെങ്കിലും നിലയ്ക്കുള്ള മാപ്പിളമാരുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയിലും മാപ്പിളമാർ ഏർപ്പെടരുത്. ആരെങ്കിലും മറ്റൊരു തീരുമാനം. ഇതെന്താണ്? ഒന്നിച്ചു നിന്ന് ബ്രിട്ടീഷുകാരെ നേരിടുകയാണ് വേണ്ടത് എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് മറ്റു നിരവധി കാര്യങ്ങൾ. അതിന്റെ ഭാഗമായിട്ടാണ് വളരെ വ്യവസ്ഥാപിതമായിട്ട് അവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. സ്വന്തമായി അവർ യാത്രാരേഖ തയ്യാറാക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഇതിന് പാസ്പോർട്ട് എന്ന് പറയാം. അതായത് വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി ഭരിക്കുന്ന മേഖലയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവർക്ക് അദ്ദേഹത്തിന്റെ ഒപ്പുവെച്ച ഒരു യാത്രാരേഖ നൽകുന്നുണ്ട്. ആ യാത്രാരേഖ വാങ്ങിയ ഒരു നായർ അദ്ദേഹം കോഴിക്കോട്ട് വെച്ച് മദ്രാസ് മെയിൽ എന്ന് പറയുന്ന ഒരു പത്രത്തിന്റെ ലേഖനം നൽകുന്ന അഭിമുഖമുണ്ട്. ആ അഭിമുഖത്തിൽ ഈ നായർ പറയുന്നുണ്ട്, വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ വെറുതെ പോകുന്നത്? ഈ നിലമ്പൂരിലാണ് നിങ്ങൾക്ക്, എന്റെ കീഴിലാണ് നിങ്ങൾക്ക് സുരക്ഷിതത്വം. എങ്ങനെ പുറത്തേക്ക് പോയാൽ ഇത്ര സുരക്ഷിതത്വം നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് യാത്രാരേഖ വാങ്ങാനെത്തിയ നായരോട് വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി പറഞ്ഞു എന്നാണ് അദ്ദേഹം ഈ അഭിമുഖക്കാരനോട് പറഞ്ഞത്. ഇപ്പോഴും നല്ല 2022 അഭിമുഖം. ഇതാണ് അദ്ദേഹത്തിന്റെ സാധ്യത. ഇതുപോലെ മറ്റ് നിരവധി സന്ദർഭങ്ങൾ. എന്റെ ഗ്രന്ഥാരചനയുടെ ഭാഗമായി ഞാൻ ഓരോരു മനയുമായി ബന്ധപ്പെട്ട അവിടെ പോയി. ഉൽപ്പിലാപ്പറ്റ മന. ആ ഉൽപ്പിലാപ്പറ്റ മനയിലെ അന്നത്തെ ഇന്നുള്ള ആളുടെ വല്യച്ഛനാണെന്നുണ്ടായിരുന്നത്. ഇന്നുള്ളത് നന്ദകുമാർ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ്, CPM സജീവ പ്രവർത്തകനായ ഒരു മനൻ. അദ്ദേഹത്തെ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് വാര്യംകുന്നത്ത് നേരിട്ട് ചെന്നു മനയിൽ. അപ്പോ അവിടുത്തെ സീനിയർ നമ്പൂതിരി ഉണ്ടായി. അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഈ പ്രക്ഷോഭത്തിന്, മലബാർ പോരാട്ടത്തിന് പിന്തുണ വേണം എന്ന് സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചെന്നത്. അപ്പോ മനയിലെ നമ്പൂതിരി പറഞ്ഞു, ഇതിപ്പോ 3ാമതാണ് നിങ്ങൾ വരുന്നത്. ആദ്യം 2-3 ദിവസം മുമ്പ് വേറൊരാൾ വന്നിട്ട് കൊണ്ടുപോയി ഇവിടെയൊക്കെ സംരക്ഷിക്കാന്ന് പറഞ്ഞു. പിന്നെ 2 ദിവസം കഴിഞ്ഞ് വേറൊരാൾ വന്ന് കൊണ്ടുപോയി. അപ്പൊ ഇതൊരു സന്ദർഭമാക്കി എടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഏജന്റുമാരായ ആളുകൾ പലയിടത്തും ഇറങ്ങിയിട്ടുണ്ട്. ഈ ആളുകൾ കൊള്ളയ്ക്ക് വേണ്ടിയുള്ള ഒരു സന്ദർഭമായിട്ട് ഈ അസ്വസ്ഥ മേഖലയും പ്രദേശങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾ നിഷേധിക്കുന്നില്ല. വാര്യംകുന്നൻ ചെയ്തത് അദ്ദേഹത്തിന്റെ ആളുകളെ പറഞ്ഞയച്ചു. ഈ സംശയിക്കപ്പെടുന്ന ആളുകളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് ആ ആളുകളോട് പറഞ്ഞു, ഇനി ആ ഭാഗത്തേക്ക് വന്നാൽ വിവരം അറിയും. തിരിച്ചു വന്നിട്ട് ഈ മനയിലെ അന്നത്തെ വലിയ നമ്പൂതിരിയോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്റെ കയ്യിൽ സുരക്ഷിതത്വം ഉണ്ടാവും, അവരിനി വരില്ല, അവർക്ക് വേണ്ടത് ഞാൻ കൊടുത്തു. ഇത് തന്റെ വല്യച്ഛനായിരുന്ന അന്നത്തെ ആ നമ്പൂതിരി, നാരായണ നമ്പൂതിരിയുടെ പേരെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ പടമൊക്കെ ഏറ്റവും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചു. ആ നമ്പൂതിരി പറഞ്ഞ വിവരം അദ്ദേഹത്തിന്റെ പേരമകൻ ഇന്ന് നമ്മളോട് കൈമാറി. ഇതുപോലെ തന്നെയാണ് നിലമ്പൂർ കോവിലകത്തുള്ള ഇഷ്യൂ. നിലമ്പൂർ കോവിലകത്ത് ഇന്ന് രാജേന്ദ്ര വർമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹമാണ് ഗോതമ്പത്തമ്മന്റെ മകനാണ്, ഇപ്പോ നിലവിലുള്ള സീനിയർ. രാജേന്ദ്ര വർമ്മ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ തലമുറകളായി കിട്ടിയ വിവരം, പൂക്കോട്ടൂരിൽ നിന്ന് ആളുകൾ വന്നിരുന്നു. പൂക്കോട്ടൂരിൽ നിന്നുള്ള ആളുകൾ വന്നു. അവര് മാനവേദൻ രാജയെ കണ്ടു. അവർ തേടി വന്നത് മാനവേദൻ രാജയല്ല, 6ാം നമ്പൂരാൻ എന്ന് പറഞ്ഞ ഇളമുറക്കാരനായ ചിന്നനുണ്ണി എന്ന് പറയുന്ന ഒരാൾ പൂക്കോട്ടൂരുണ്ടായിരുന്നു. ഇദ്ദേഹമാണ് പൂക്കോട്ടൂരിന്റെ വടക്കു വീട്ടിൽ മുഹമ്മദുമായിട്ട് പ്രശ്നം ഉണ്ടായത്. അവരെ തേടിയാണ്, ഞാൻ ചരിത്രം മുഴുവൻ പറയുന്നില്ല സമയക്കുറവുകാർ. ഇവരെ തേടിയാണ് നിലമ്പൂരിലേക്ക് പൂക്കോട്ടൂരിൽ നിന്ന് ആളുകൾ വരുന്നത്. അപ്പോ അവരെ തേടി വന്നു. ചിന്നനുണ്ണി തമ്പുരാൻ അവിടെ ഉണ്ടായതില്ല. അദ്ദേഹം കരിക്കാട് ക്ഷേത്രത്തിന്റെ ഭാഗത്താണ് വിളിച്ചിരുന്നത്. അത് പൂക്കോട്ടൂർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ നിലമ്പൂരിൽ പോയി. നിലമ്പൂരിൽ മാനവേദൻ രാജ ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്, പൊതുവെ കുറച്ചുകൂടി ജനകീയനാണ്, സാധാരണക്കാരായ തൊഴിലാളികളോട് അനുഭവമുള്ള ഒരു നമ്പുരാനാണ് കോവിലകത്തെ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം നിങ്ങൾക്ക് എന്നെയാണ് വേണ്ടെങ്കിൽ ഞാൻ ഇതാ വരാം എന്ന് ധൈര്യത്തോടെ അദ്ദേഹം പറയാം. അദ്ദേഹം പറഞ്ഞു, അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെയല്ല വേണ്ടത്, നിങ്ങളെല്ലാം വേണ്ടത് തമ്പുരാനെ എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും സ്നേഹത്തോടു കൂടി അവർ പറഞ്ഞു. അദ്ദേഹം ഇറങ്ങി വന്നു. അവരോട് ഇവിടെ ആരുമില്ല, അവിടെ അപ്പുറത്ത് സ്ത്രീകളെ ഉള്ളൂ, നിങ്ങൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞപ്പോൾ ഈ ആളുകൾ തിരിച്ചു വന്ന ആളുകൾ തിരിച്ചുപോയി. ഒരു ദ്രോഹം ചെയ്യാതെ ഒന്നും തിരിച്ചുപോയി. പക്ഷെ ആ തിരിച്ചുപോയ സമയത്ത് ഒരു കാര്യമുണ്ട്. അതാണ് നിലമ്പൂരിലുണ്ടായ കുഴപ്പം. അതുണ്ടായത് മറ്റൊന്നുമല്ല, ഈ പൂക്കോട്ടൂർക്കാർ വരുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ പോലീസ് മുഖേന നിലമ്പൂർ കോവിലകത്ത് വിവരം കൊടുത്തിരുന്നു, പൂക്കോട്ടൂരിൽ നിന്ന് ഒരു പക്ഷേ ആളുകളുടെ ആക്രമണം ഉണ്ടായേക്കാം.
അതുകൊണ്ട് അവരവിടെ ഒരു സുരക്ഷിതത്വ ഒരു സെക്യൂരിറ്റി ഗാർഡുമാരെ ഏൽപ്പിച്ചു. ആ സെക്യൂരിറ്റി ഗാർഡുമാരെ കുറിച്ച് പിന്നീട് കോടതി മൊഴികളിൽ പരാമർശം കിട്ടും. അവര് വൈകുന്നേരമായി അവരടുത്ത് തോക്ക് പൂരത്തിന്റെ ഉള്ളിലേക്ക് വാങ്ങിയേക്കും. കാരണം അവരെ ഉറങ്ങിയെങ്കിലും കരുതി. ഇതുമാതിരിയുള്ള നല്ല സുരക്ഷാബോധമുള്ള അതിനൊക്കെ പറ്റുന്ന ആളുകളെയാണ് അവിടെ കാലാക്കിയിരുന്നറിയാം. അപ്പൊ ഏതായിരുന്നാലും ഈ കൂട്ടത്തിൽപ്പെട്ടിരുന്ന ഒരാൾ, ഇയാൾ കുളിക്കാൻ പോയതായിരുന്നു, ഒരു വെളുത്തേടൻ എന്ന് പറയുന്ന മലക്കുകാരൻ. ഇയാള് നിലമ്പൂർ പുഴയിൽ നിന്ന് കുളിച്ചു കയറി വരുമ്പോൾ കാണുന്നത് വാളും അതുമൊക്കെ ആയിട്ട് വന്ന ആളുകൾ തിരിച്ചു പോകുന്നത്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ തോക്കുണ്ട്. ഇദ്ദേഹം തന്റെ ധൈര്യം പ്രകടിപ്പിച്ചു. ആ തിരിച്ചു പോകുന്ന ആളുകളെ പിന്നിൽ നിന്ന് വിളിച്ചു. അലക്കുകാരന്റെ വഴി എവിടേക്കാ പോകുന്നറിയില്ല, അതേതോ വഴി. പക്ഷെ പൂക്കോട്ടൂർക്കാർക്ക് ദേഷ്യപ്പെട്ടു. നേരെ നെഞ്ഞെണ്ണുകാരില്ലാത്ത വഴി പിന്നിൽ നിന്ന് വരുമ്പോ അവര് രോഷാകുലരായി. അവർ തിരിച്ചു വന്നു. അവിടെ ഒന്നാകെ അവരുടെ ആക്രമണം. സ്വാഭാവികമായും ആ തിരിച്ചു പോകാനുള്ള തീരുമാനത്തിൽ വലിയ താല്പര്യമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും. കാരണം ഒന്നാകെ വലിയ പ്രശ്നത്തിൽ വലിയ അസ്വസ്ഥരായിട്ട് വരുന്നതാണ്. രാത്രി 10 മണിക്ക് പുറപ്പെട്ട് രാവിലെ 5-6 മണിക്ക് നിലമ്പൂരത്തു നിന്നാണ് അത്രയും നടന്നു വരുന്ന ആളുകളാണ്. അവരുടെ പ്രതികാരം തീർത്തു. 18 ആളുകൾ മരിച്ചു. ഈ പ്രതികാരത്തില് ഒരു അന്ധ്യായ സ്ത്രീ, അത് ആ തൊട്ടപ്പുറത്തുള്ള ഏതോ കെട്ടിടത്തിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങള് ഇവരൊക്കെ മരിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഇതെന്താ പറയുന്നത് വെച്ചാല് ഇപ്പൊ ഈ 100ാം വാർഷികം വന്നപ്പോഴുള്ള ചരിത്രത്തിൽ വരുന്നത് കോഴികവുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന ഒരു വെളുത്തേടൻ അദ്ദേഹത്തിൽ ഭഗവതി ആവാഹിച്ചു. അദ്ദേഹം അവിടെ ഉറഞ്ഞു തുള്ളി. അതിൽ 9 മാപ്പിളമാരെ വെട്ടി വീഴ്ത്തി എന്നാണ് ഒരു പുതിയ അവതാരം. 2021-2022 പ്രത്യക്ഷപ്പെട്ടവരാണ്. ഈ രൂപത്തിലാണ് ചരിത്രങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു 9 മാപ്പിളമാരെ അവിടെ വെട്ടി വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് അത് കവറടക്കിന്റെ ഒരു ലക്ഷണം, അല്ലെങ്കിൽ നിലമ്പൂർ പുഴയിൽ പിന്നെ ഒഴുക്കിയതാണെങ്കിൽ അതിന്റെ ഒരു എന്തെങ്കിലും വേണ്ട. നേരെ മറിച്ച് അവിടെ പൂക്കോട്ടൂർക്കാർ കൊന്ന ആളുകളെ, ഈ ആളുകളുടെ മൃതദേഹം 4 മണി വരെ അവിടെ കിടന്നു എന്നും മാനവേദൻ രാജ നിലമ്പൂർ പോലീസ് സ്റ്റേഷന്റെ ആ ഭാഗത്തുണ്ടായിരുന്ന ഒരു മാപ്പിള പ്രമാണിയുടെ കടയുടെ അവിടേക്ക് വന്ന് ഞങ്ങൾക്ക് അവിടെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല, ഈ മൃതദേഹങ്ങളൊക്കെ അവിടെ കിടക്കുക എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചന്തക്കുന്നിലുള്ള ഒരു കടയിൽ നിന്ന് തുണി കൊണ്ടുപോയി മാപ്പിളമാരുടെ നേതൃത്വത്തിലാണ് പിന്നെ അതിന്റെ നിലമ്പൂരിന്റെ പരിസര പ്രദേശങ്ങളുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ഈ രാമകുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെയുള്ള ആളുകളെ കൊണ്ടുപോയിട്ട് അവരാണ് ഈ 18 മൃതദേഹങ്ങൾ അവിടെ സംസ്കരിക്കാനുള്ള ഏർപ്പാട് ചെയ്തത്, ഗോവിലഘട്ടത്തിന്റെ പകരം ശുദ്ധിയാക്കിയത് എന്നാണ് 1921 ഈ സംഭവങ്ങളുടെ ഏതാണ്ട് സാക്ഷിയായ വനം വകുപ്പിൽ ജോലി ചെയ്തിരുന്ന ആക്കപ്പറമ്പിൽ സെയ്താലി ഹാജി എന്ന് പറയുന്ന മാന്യൻ അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകളിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഈ കുറിപ്പുകൾ അദ്ദേഹത്തിന്റെ പേരെ കുട്ടിയിലെടുത്തപ്പോഴുണ്ട്. നടുവത്തിന്റെ വണ്ടിയിൽ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചരിത്രം ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ ഈ രൂപത്തിലുള്ള ചരിത്രത്തെയൊക്കെ ഇങ്ങനെ പുതുതായിട്ട് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരിക. അപ്പൊ നമുക്കറിയാം തൂവൂര് കിണറിനെ കുറിച്ച് കേൾക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ അടുത്ത കാലത്താണ് തൂവൂര് കിണർ ഇതിന്റെ 100ാം വാർഷികത്തിന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം കഴിച്ചത് തൂവൂര് കിണർ അനുസ്മരണവുമായിട്ടാണ്. തൂവൂരിൽ എന്താ സംഭവിച്ചത്? ഞാൻ നേരത്തെ മണ്ണാർക്കാട്ടത്തെ മൃതദേഹങ്ങൾ പെരിന്തൽമണ്ണയിലെ കിണറ്റിലാണ് ഉള്ളത് എന്ന് പറഞ്ഞത് വെറുതെയല്ല. MSP കോഴിക്കോട് മലപ്പുറം MSP അവിടെ കിണറുണ്ട്. ആ കിണറ്റിൽ മാപ്പിളമാരുടെ മൃതദേഹങ്ങളുണ്ട്. മറ്റു മലപ്പുറം ജില്ലയിലെ കോഴിക്കോട് ജില്ലയിലേക്ക് മറ്റു പല പ്രദേശങ്ങളിലും ഈ പോരാളികളുടെ മൃതദേഹങ്ങളുണ്ട്. നമ്മൾ കിണറുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ കിണറുകളുടെ കണക്ക് നന്നായി എടുക്കണം, സത്യസന്ധമായിട്ട് എടുക്കണം. തൂവൂരിൽ എന്താണ് സംഭവിച്ചത്? തൂവൂരില് ആ പ്രദേശത്തെ മാപ്പിളമാരുടെ വീടുകളിലൂടെ പട്ടാളം വന്നു. സ്വാഭാവികമായിട്ടും മാപ്പിള യുവാക്കൾ അവർ കാടുകളിലേക്ക് മലപ്രദേശങ്ങളിലേക്ക് ഓടിക്കയറി. ആ വീടുകളിൽ ഉണ്ടായിരുന്നത് പാവപ്പെട്ട സ്ത്രീകളാണ്. ആ സ്ത്രീകളുടെ മാനം പിച്ചിച്ചീന്തി, സൈന്യം പിച്ചിച്ചീന്തി. അവർക്ക് വഴികാട്ടികളായി നിന്ന നരാധനന്മാരുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ പോരാട്ടത്തെ ഒറ്റിക്കൊടുക്കുക മാത്രമല്ല, സ്വന്തം സഹോദരങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും പിച്ചിച്ചീന്തുന്നതിന് സഹായം നൽകിയ ആളുകളെ സ്വാഭാവികമായിട്ടും പട്ടാളം സ്ഥിരമായിട്ട് നിൽക്കില്ലല്ലോ. അവർ തിരിച്ചു പോയപ്പോ മലയിൽ നിന്ന്, മലപ്രദേശങ്ങളിൽ നിന്ന്, കാടുകളിൽ നിന്ന് ഇറങ്ങി വന്ന മാപ്പിളമാർ അവർ കണ്ടത് തങ്ങളുടെ വീടുകളിൽ നടന്ന നായാട്ടാണ്. അതിനൊരു പ്രതികാരം ചെയ്തിട്ടില്ലെങ്കിൽ അവരെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റുമോ? സഹോദരൻ വിളിക്കാൻ പറ്റുമോ? പിതാവെന്ന് വിളിക്കാൻ പറ്റുമോ? അവര് പ്രതികാരം ചെയ്തു. ആ പ്രതികാരം ചെയ്താണ് നമ്മൾ കണ്ടത്. എന്നിട്ട് എന്താ പറയുന്നത്? 38 ആളുകളുടെ മൃതദേഹങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഈ ഇവിടെ 38 ആളുകളുടെ മൃതദേഹങ്ങളുണ്ട്. ഇല്ല, വാര്യകുന്നന്റെ സഹായിയായിട്ട് ഒപ്പമുണ്ടായിരുന്ന ഒപ്പമുണ്ടായിരുന്ന താമിയുടെ
കുറിപ്പുകളെ ഡയറിക്കുറിപ്പുകളെ AK കോഡൂർ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഉടനെ ഈ വിവരം അറിഞ്ഞ ഉടനെ ചെമ്പ്രശ്ശേരി തങ്ങളും താമിയും സ്ഥലത്തെത്തിയെന്നും ഒരു കുതിരപ്പുറത്തെത്തിയെന്നും ഇതൊരു അംഗീകൃതമായ വിധിയായിരുന്നില്ല. ഈ ആളുകളെ കൊന്നതുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല പ്രതികാരമായിട്ട് അവർ കൊന്നു. അതൊരു അംഗീകൃതമായ വാര്യകുന്നന്റെ ഭരണ നേതൃത്വം അംഗീകരിക്കുന്ന ഒരു കോടതിയുടെ വിധി ആയിരുന്നില്ല, ഒരു കാദിയുടെ വിധി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ വാര്യകുന്നൻ ശിക്ഷിക്കുന്നുണ്ട്. ആ ശിക്ഷ വിധിച്ച ആളുകളെയൊക്കെ വാര്യകുന്നൻ ശിക്ഷിക്കുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത് 8 പേരാണ് ഉണ്ടായിരുന്നത്, 10-ൽ താഴെ ആളുകളാണ് ഉണ്ടായിരുന്നതെന്നും അതിൽ 2 പേർ മാപ്പിളമാരായിരുന്നു എന്നുമാണ് താമി രേഖപ്പെടുത്തുന്നത്. ഈ മാപ്പിളമാരുണ്ടായിരുന്നു എന്നുള്ളത് പൊതുവെ അംഗീകരിക്കപ്പെട്ടു. അപ്പൊ അത് ഹിന്ദു വിരോധമല്ല അതിന്റെ കാരണം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ബ്രിട്ടീഷുകാർക്ക് രാസപ്പണിയെടുത്താണ് എന്ന് മാത്രമല്ല, ഇത് സംബന്ധിച്ച് ഹിന്ദുത്വ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ തന്നെ അവരോട് ചോദിച്ച, വധിക്കുന്നതിന് മുമ്പ് കിണറ്റിന്റെ കരയിൽ കൊണ്ടുപോയി നിർത്തി ചോദിച്ച ഒരൊറ്റ ചോദ്യം, നീ ബ്രിട്ടീഷുകാർക്ക് രാസപ്പണി എടുത്തിരുന്നോ എന്നതാണ്. ബ്രിട്ടീഷുകാർക്ക് സഹായം നൽകിയിരുന്നു എന്ന ചോദ്യമാണ് അവരോട് ചോദിച്ചത്, വേറൊന്നും ചോദിച്ചില്ല. അത് ചെയ്തവരെയാണ് ചെയ്തത്, പ്രതികാരം ചെയ്തത്. അത് ചെയ്ത് ശരിയോ തെറ്റോ എന്നത് മറ്റൊരു കാര്യം, പക്ഷേ അതാണ് പ്രതികാരം ചെയ്തത്. ഏതായിരുന്നാലും അവിടെ 8-10 ആളുകൾ എന്ന് പറയുന്നു, 38 ആളുകളുണ്ട് എന്നാണ് ഹിന്ദുത്വർ അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ തുവൂർ എന്ന് പറയുന്നത് ചെറിയൊരു പ്രദേശമാണ്. 38 ആളുകളിൽ ഈ പറയുന്ന 2-3 ആളുകളുടെ പേരുകൾ വ്യക്തമാണ്, അവരുടെ കുടുംബ പേരൊക്കെ വ്യക്തമാണ്. 2 മുസ്ലിങ്ങളുടെ പേരുകളും വ്യക്തമാണ്, മാമാപ്പന്മാർ. ബാക്കി 30 ആളുകൾ, 30 വേണ്ട 10 പേരുടെയെങ്കിലും പേരും കുടുംബ പേരും ഈ ആളുകൾക്ക് പറയാൻ കഴിയും? ഇല്ല. ആ പ്രദേശത്ത് ഉണ്ടാവണമല്ലോ. ഊരിനല്ലാതെ വേറെ ഒന്നും വന്നിട്ട് അവിടെ ഉണ്ടാവില്ല. സൈന്യത്തിന് സഹായം ചെയ്ത ആളുകൾ ആ നാട്ടുകാരാണ്. അവിടുത്തെ വില്ലേജ് ഓഫീസർ രക്ഷപ്പെട്ടു പോയിരുന്നു ഒരാഴ്ച മുമ്പ് തന്നെ കോഴിക്കോട്ടേക്ക്. അയാൾ തിരിച്ചു വന്നിട്ട് പരാതി കൊടുക്കുന്നുണ്ട്, 10-38 ആളെ കൊന്നു. ആ വില്ലേജ് ഓഫീസർക്ക് പോലും ഈ ആളുകളുടെ പട്ടിക കൊടുക്കാൻ കഴിയുന്നില്ല, കാരണം അതില്ലാത്തതുകൊണ്ടാണ്. ഇത് തൂരിനെ കുറിച്ച് ആത്മവിശ്വാസത്തോടെ ഇത് പറയുന്നതിന് വേണ്ടിയാണ് എന്റെ പുസ്തക രചനയുടെ ഭാഗമായി ഞാൻ വാഗൻ കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷണം നടത്തി. വാഗൻ കൂട്ടക്കൊലയിൽ 70 ആളാണ് മരിക്കുന്നത്. മുസ്ലിങ്ങൾ മാത്രമല്ല, മാപ്പിളവർ മാത്രമല്ല. 70 ആളുകൾ മരിക്കുന്നതിൽ 4 പേർ മാപ്പിളമാരല്ല. അവര് നമ്മുടെ പരിസരത്ത് ഈ കാരക്കുന്ന് തൃക്കരങ്ങോടുള്ള ഹൈന്ദവ സഹോദരങ്ങളാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ 3 പേരുടെ കുടുംബങ്ങളെ തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞു. ഇനി 1 കൂടിയേ കണ്ടെത്താൻ ബാക്കിയുള്ളൂ. മേലെടുത്ത കുടുംബത്തിലെ മേലെടുത്ത ശങ്കരൻ നായരുടെ, അതുപോലെ തന്നെ മറ്റ് ഒരു അച്യുതൻ നായരുടെ, ഈ 2 ആളുകളുടെയും പിൻഗാമികളെ ആ കുടുംബത്തെ കണ്ടെത്തുന്നതിന് ഈ പുസ്തകം പുറത്തിറങ്ങിയതിനു ശേഷമാണ് 3ാമത് ഒരു ചെട്ടി ഉണ്ടായിരുന്നു. ചെട്ടി ആചാരിക്കാരനായ ഒരാള് ചെട്ടിച്ചിപ്പു എന്ന് പറഞ്ഞുകൊണ്ട് പേര് കണ്ടതുകൊണ്ട് കൃത്യമായിരുന്നില്ല. നിലമ്പൂരിൽ ബന്ധുക്കളല്ല, ചിപ്പു എന്ന് പറയുന്ന ഒരാളാണ് ആയിരുന്നു വന്നിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയോട് കല്യാണം കഴിച്ചു കൊടുത്തയച്ചതിനെ കുറിച്ചൊക്കെ മുമ്പ് CPIയുടെ നേതാവായിരുന്ന സഖാവ് കുഞ്ഞുണ്ണിയുടെ കുറിപ്പുകളുടെ ഒരു ഭാഗം കഴിഞ്ഞ ആഴ്ചയാണ് എനിക്ക്. അപ്പൊ ഇത് ഞാൻ അന്വേഷണത്തോടെയാണ് 4ാമത് ആളെ കൂടി കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പ്. ഇങ്ങനെ ഈ വേഗങ്ങളിൽ മരിച്ച 4 ഹൈന്ദവരെയും ബാക്കി 66 മാപ്പിളമാരെ കുറിച്ചിപ്പോ പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് അവരുടെ പേരുകളും അവരുടെ വിവരങ്ങളും അവരുടെ കുടുംബ വിവരങ്ങളും ഒക്കെ വ്യക്തമാണ്. പിന്നെ ഈ കുരുമ്പലത്തിൽ നിന്നുള്ള 41 ആളുകൾ, അവിടെ അവരുടെ സ്മാരകവും മറ്റുമൊക്കെ. പക്ഷെ ഈ തൃക്കരങ്ങോട് 4 ഹൈന്ദവ സഹോദരങ്ങൾ മരിച്ച ഈ തൃക്കരങ്ങോട് ഒരു സ്മാരകം പോലും ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളത് നമ്മുടെയൊക്കെ നമുക്ക് ലജ്ജാകരമാണ് എന്നുള്ളത് കൂടി ഞാനത് ഓർമ്മിപ്പിക്കുക. അപ്പൊ ഇങ്ങനെ ഞാനത് പറയുന്നത്, ആ 4 ഹൈന്ദവരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. 38 പേര് ഈ തൂവൂരി കണക്കിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് അവരുടെ 10 പേരുടെയെങ്കിലും പേര് വിവരങ്ങൾ നൽകാൻ, അവരുടെ ബന്ധുക്കളുടെ വിവരങ്ങൾ നൽകാൻ ആ നാട്ടുകാർ തന്നെയാണല്ലോ ഈ വാദം ഉന്നയിക്കുന്ന ആളുകൾ കഴിയും. ഇല്ല എന്നതാണ്. അപ്പോ ഇല്ലാക്കഥകൾ ഉണ്ടാക്കി ഈ സമൂഹത്തിന് എന്തൊക്കെ നന്മകൾ, നല്ല കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ അതിനെയൊക്കെ അട്ടിമറിക്കാൻ ശ്രമിക്കുക എന്നതാണ് വാര്യകുന്നനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അത് മാപ്പിള സമൂഹത്തിനെതിരെ അത് തിരിച്ചു വെച്ചുകൊണ്ട് ഈ ചാപ്പേടികൾ നടന്നു. മതസൗഹൃദത്തിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. മങ്കട കോവിലുകൾ, എന്റെ ഉമ്മയും വാപ്പയൊക്കെ മങ്കടക്കാരൻ. അപ്പൊ അതുകൊണ്ട് തന്നെ മങ്കട പ്രദേശവുമായിട്ട് അവിടെ നിലനിൽക്കുന്ന മതസൗഹൃദവുമായിട്ട് എനിക്ക് ദശകങ്ങളുടെ ബന്ധമുണ്ട്. മങ്കട കോവിലകത്തില്, മങ്കടയിൽ നിങ്ങളറിയാം ആദ്യത്തെ ജുമുഅത്ത് പള്ളി അത് സ്ഥാപിക്കപ്പെടുന്നത് 922-ലാണ്. എങ്ങനെയാണ് ആ പള്ളി സ്ഥാപിക്കപ്പെടുന്നത്? 921-ൽ ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ നടക്കുന്നു, അത് ഹിന്ദു മുസ്ലിം പ്രശ്നമായി മാറുന്നുണ്ട് എന്നുള്ള വന്നപ്പോ കോവിലകത്തെ
സീനിയറായ ആളുകൾ, അവിടുത്തെ പ്രധാനികളായിരുന്ന പര്യന്തരത്തിൽ ഒരു ഉണ്ണിമൂരുവിയുണ്ട്. ആ അന്നത്തെ ഐക്യസംഘത്തിന്റെ പിൽക്കാലത്ത് ഐക്യസംഘത്തിന്റെ നേതാവായിരുന്ന ആളാണ്. മുഹമ്മദ് അബ്ദുൽ സാഹിബിന്റെ അനുയായിയായിരുന്ന ആളാണ് പര്യന്തരത്തിൽ ഉണ്ണിമൂരുവി. അതുപോലെ കേരളാന്തൊടി ഒരു അദ്ദേഹമുണ്ട്, കേരളാന്തൊടി അദ്ദേഹം അവിടുത്തെ അധികാരിയായിരുന്നു. ഇവരെയൊക്കെ വിളിച്ചു കൂട്ടി പിന്നെ കോവിലകം സംരക്ഷണം ആവശ്യപ്പെടുമ്പോൾ മാപ്പിളമാരുടെ സംരക്ഷണമാണ് ഈ പോരാട്ടം. മലബാർ സമരം അവസാനിക്കുന്നത് വരെ മാപ്പിളമാരുടെ സംരക്ഷണമാണ് മങ്കട കോവിലകത്തിൽ ലഭിക്കുന്നത്. ആ സംരക്ഷണത്തിന് ഒരു വെള്ളിയാഴ്ച, ആദ്യത്തെ വെള്ളിയാഴ്ച ഒരു പയ്യൻ നിന്ന് കരയുന്നു. ആ പയ്യൻ നിന്ന് കരയുമ്പോൾ കോവിലകത്ത് കാരണം ചോദിക്കുന്നത് എന്തിനാണ് ഇവൻ നിന്ന് കരയുന്നത്? ഇത് ജുമയുടെ ടൈമാണ്, ജുമയ്ക്ക് പോകാൻ പറ്റാതെ ഉള്ളതുകൊണ്ടാണ് എന്ന് പറയുമ്പോഴാണ് അദ്ദേഹം ഈ ജുമയെ കുറിച്ച് അന്വേഷിക്കുന്നു, നിസ്കാരത്തെ കുറിച്ച് അറിയുന്നു. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച മിക്കവാറും ആളുകളൊക്കെ പോയപ്പോൾ ഇവരൊക്കെ എവിടെ പോയി നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് പടു എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ഷോല ഉണ്ടാകും. അവിടെ ഒന്നുണ്ടാക്കി നിസ്കരിക്കാൻ പോയതാണ്. ഇവർക്ക് നിസ്കരിക്കാൻ വേറെ പള്ളിയൊന്നുമില്ല എന്ന് പറയുമ്പോഴാണ് മംഗളയില് അവർ സ്ഥലം നൽകുകയും മംഗളയിൽ മുൻഭാഗത്തേക്ക് പോകുന്ന ഒരു പള്ളി, ജുമാഅത്ത് പള്ളി, നിരവധി ഏക്കർ ഭൂമിയോടുകൂടി ആ പള്ളിക്ക് സ്ഥലം നൽകും. മംഗളക്കോവിലാണ്. അപ്പൊ അതിന് ഈ മംഗള ഗോലയത്തിന് എങ്ങനെ സംരക്ഷണം കൊടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ചില ഒരു വികീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോ പര്യന്തരത്തിൽ ഉണ്ണിമൂരുവി അതിന് സുന്ദരമായ പരിഹാരം കാണുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? 1000, 2000, അന്ന് 1000 രൂപ എന്നൊക്കെ പറഞ്ഞ വലിയ എമൗണ്ടാണ്. ആ സംഖ്യ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി പിരിച്ചുണ്ടാക്കിയിട്ട് ഇപ്പൊ നമ്മുടെ അടുത്തൊന്നും വെച്ചാൽ ശരിയല്ല, അത് കോവിലകത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു. പള്ളി ഉണ്ടാക്കാനുള്ള പൈസ കോവിലകത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് ആ പൈസ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സംരക്ഷണമാണ് മാപ്പിളമാര് മങ്കട കോവിലകത്തിന് കൊടുത്തത്. ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന അന്ന് കാവലിൽ നിന്ന ആളുകൾ തന്നെ അവരുടെ മൊഴിയായിട്ട് രേഖപ്പെടുത്തിയ കുറിപ്പുകൾ. ഇതുപോലെ തന്നെയാണ് നിലമ്പൂരിലെ അതിനുശേഷം പിന്നീട് നിലമ്പൂർ കോവിലകത്തില് ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല. അവർ ഭയന്ന് നിലമ്പൂരിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളെ നിലമ്പൂർ ചാലിയാറിലൂടെ കോഴിക്കോട്ട് എത്തിക്കുന്നത് മാപ്പിളമാരാണ്. അത് അവിടെയുള്ള എരഞ്ഞിക്കൽ കുടുംബമാണ്. അതുപോലെ തന്നെ മമ്പാടുള്ള കോയമാമ മുസ്ലിയാർ തുടങ്ങിയ ഒരാളാണ്. ഈ എരഞ്ഞിക്കൽ കുടുംബത്തിന് ഇപ്പോഴും ഏക്കർ കണക്കിന് ഭൂമി അവരുടെ സ്വന്തമായിട്ടുണ്ട്. ഇത് അവർ തന്നെ പറയുന്നു. ഇന്ന് ഞാൻ കുടുംബത്തിലെ ഒരാൾ എന്റെ സഹപാഠിയാണ്, വേറെ 2-3 ആളുകളുണ്ട്, സഹോദരിമാരുണ്ട്. അവരോടൊക്കെ സംസാരിച്ചു. അവർ പറയുന്നു ഇത് വല്യപ്പക്ക് കോവിലകത്ത് കൊടുത്താണ്. ഞങ്ങളുടെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ കോവിലകത്ത് ആളുകൾ ഒരു പാളിയുടെ മുകളിൽ പ്രത്യേക എത്തിയിട്ടാണ് അവർ സ്വീകരിച്ചിരുന്നത്. അതെന്താണ്? ആപത്ഘട്ടത്തിൽ ഞങ്ങൾക്ക് സഹായം നൽകിയ ആ സമൂഹവുമായുള്ളൊരു ബന്ധമായി. കോയമാമ മുസ്ലിയാരെ പറ്റി ഞാൻ പറഞ്ഞു. ചാണ്ടി എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഓഫീസർ അദ്ദേഹത്തെ ബന്ധിയാക്കിയിട്ട് അദ്ദേഹത്തെ മുസ്ലിം ആകണമെന്ന് ആവശ്യപ്പെട്ട് ചില വിവരം കിട്ടവരെ കോയമാമ മുസ്ലിയാർ ഓടിയെത്തി. അവരോട് പറഞ്ഞു എന്താ ഇസ്ലാമിനെ പറ്റി കെട്ടിയത്? ഇങ്ങനെ ഒരാളെ കുറിച്ച് തടവി വെച്ചിട്ട് ചേരാനാക്കണ ഇടപാടല്ല ഇസ്ലാം. അദ്ദേഹത്തെ മോചിപ്പിക്കാൻ പറഞ്ഞു. കോയമാമ മുസ്ലിയാരിനെ അയാളെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തി. ഇതാണ് ചരിത്രം, മലബാർ പോരാട്ടത്തിന്റെ ചരിത്രം. ഒരു സമരം നടക്കുമ്പോൾ ഇന്നത്തെ പോലുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും എല്ലാ സംവിധാനങ്ങളും വെച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടമല്ല. 100 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു പോരാട്ടമാണ്. സാധാരണക്കാരായ മനുഷ്യന്റെ സമരമാണ്. ആ സമരം അത് ജീവൻ മരണ പോരാട്ടം. പട്ടിണി കിടന്നുകൊണ്ട് അവർ സമരം നടത്തുമ്പോൾ അതിനെതിരെ ഒറ്റുകാരന്റെ പണിയെടുക്കുന്നവന് അവരിൽ നിന്ന് തിരിച്ചടി നേരിടും, പ്രതികാരം ഉണ്ടാവും. അതെല്ലാവരും വളരെ അച്ചടിച്ച ഭാഷയിലാവണമെന്നില്ല, എല്ലാവരും എഴുതി വെച്ച രീതിയിലാകണമെന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മാറ്റം വന്നു വരും. അതിന് സമര നേതാവിനെ ഒക്കെ പറയേണ്ടത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 കൊല്ലം മുമ്പാണ് BJP ഒരു യാത്ര പോകുമ്പോ വഴിയിൽ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. ആ ഒരുത്തൻ ചവിട്ടി അങ്ങ് മാറ്റുന്നുണ്ട് ആ സ്ത്രീ. നിങ്ങൾ കണ്ടിട്ടില്ല വീഡിയോ? നമ്മളാരെങ്കിലും അഡ്വൈ വാജ്പേയി അല്ലെങ്കിൽ ഇവിടെ അന്നത്തെ BJP പ്രസിഡന്റിനെ കുറ്റം പറയാം. അയാൾ ചെയ്തൊരു പരിപാടി എന്നുള്ളതല്ലാതെ വഴി കാണുന്ന സ്ത്രീകളെ മുഴുവൻ ചവിട്ടി മാറ്റലാണോ ഈ മാറ്റുന്ന പരിപാടി? CPM-ന്റെ ഒരു മാർച്ച് നടക്കുമ്പോൾ ഒരു വോളണ്ടിയർ ക്യാപ്റ്റൻ ഒരു വാഹനത്തോടൊന്നും ചെയ്യുന്നു. ആ പാർട്ടിയുടെ മൊത്തം പരിപാടി എല്ലാവരും പറയാമോ? അങ്ങനെയൊന്നും സാധാരണ പറയാമല്ലോ. ഒരു പോരാട്ടം, ഒരു ജനകീയ പോരാട്ടം, ഒരു ജനകീയ പ്രക്ഷോഭം നടക്കുമ്പോൾ അതിൽ 1-2 ആളുകൾക്ക് വികാരക്ഷോഭത്തിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ നേരത്തെ ഈ ഉൾപ്പിലാപ്പറ്റ മനയിൽ ചെന്നിട്ട് കൃത്യമായി വരുമെന്നും പറയുന്നത് ആളുകൾക്ക് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനി അവർ വരില്ല, അവർ വരുന്നില്ല. പക്ഷെ പലയിടത്തും ബ്രിട്ടീഷുകാരന്റെ താങ്ങായി നിന്നുകൊണ്ട് ഈ സമരത്തെ നാണം കെടുത്തതിന് വേണ്ടി പല ആളുകളും മുന്നോട്ട് വന്നിട്ടുണ്ട്. വായുമുന്നിന്റെ തീരോദാത്തമായ ആ രക്തസാക്ഷിത്വത്തെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കാം. അദ്ദേഹം 1922 ജനുവരി 7-നാണ്, ജനുവരി 6-ന് രാത്രിയാണ് പിടികൂടുന്നത്. അത് ഒരു ഒറ്റ എന്ന് പറയാൻ വയ്യ. കാരണം വളരെ നിസ്വാർത്ഥനായ വായുമുന്നിന്റെ സുഹൃത്തായ ഒരു മൗലവിയാണ്.
ആ ഉണ്ണി മുസ്ലിയാരുമായിട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് ഇവര് വാര്യകുന്നതിന് മക്കയിലേക്ക് പോകാൻ വാര്യകുന്നതിന് സൗകര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ സാധാരണക്കാരനായ പാവ മനുഷ്യൻ അദ്ദേഹം വാര്യകുന്നതിനോട് ഈ ഓഫർ സംസാരിക്കാൻ പോകുമ്പോൾ ബ്രിട്ടീഷുകാരെ കൈപ്പെട്ടിട്ട് അദ്ദേഹത്തിന് നാശമുണ്ടായിരുന്നത്. അവരുടെ പിന്നാലെ ഈ ബേക്കറി എന്ന് പറയുന്ന അധ്യാപകരുടെ പ്രത്യേക സംഘം അവർ പോകുന്നുണ്ട്. ഈ മുസ്ലിയാർ അറിയുന്നില്ല. അവിടെ വാര്യകുന്നതിനെ പിടികൂടുന്നുണ്ട്. ചിലരൊക്കെ പറയുന്നു വാര്യകുന്നതിന് കീഴടങ്ങിയതാണ് എന്ന്. ആ ഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷേ 922 ജനുവരി 7 രാവിലെ മലപ്പുറത്തെ സൈനിക ആസ്ഥാനത്ത് നിന്ന് സൈനിക മേധാവികൾക്ക് അയച്ച വയർലെസ് സന്ദേശം അത് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾ പിടികൂടി. ഇറ്റ് വാസ് എ ക്യാപ്ചർ ദാൻ എ സറണ്ടർ. അതൊരു കീഴടങ്ങൽ എന്നതിനേക്കാളായി അതൊരു പിടികൂടലായിരുന്നു എന്ന് കൃത്യമായി പറയുന്നത്. പിന്നെ അവിടെ ഒരു കീഴടങ്ങൽ എന്നുള്ളത് സംശയം കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെ ഈ മുസ്ലിയാരെയും അവർ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഒറ്റുകൊടുക്കലാണെങ്കിൽ മുസ്ലിയാർക്ക് പ്രതിഫലം കിട്ടില്ല വേണ്ടത്. കാരണം ഈ പിടികൂടിയ ആളുകൾക്ക് മഞ്ചേരി നറിയാരിയിലേക്ക് അവിടെ സ്ഥലം കിട്ടിയിട്ടുണ്ട്. കൃഷ്ണപ്പണിക്കർ പോലുള്ള പോലീസുകാർക്ക് ഈ ഉണ്ണി മുസ്ലിയാരെ കൊണ്ടുപോയി അയാളെ പിന്നെ ബെല്ലാരിയിട്ട് പിന്നെ അയാൾ നാട്ടിലേക്ക് വന്നില്ല. അയാൾ ബെല്ലാരിയിൽ അവിടെ മോരുവേണ്ടി ജീവിച്ച് അവിടെ അദ്ദേഹം കപ്പട്ട ബെല്ലാരി ഭാഗത്തുണ്ടെന്ന് ചില സുഹൃത്തുക്കൾ അവിടെ പോയവർ പറഞ്ഞു. അപ്പൊ ഇത് ഇങ്ങനെയാണ്. അദ്ദേഹം പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം നേരത്തെ പറഞ്ഞു അദ്ദേഹത്തെ വെടിവെച്ചു. ആ വെടിവെച്ച് കൊല്ലുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില ഹിന്ദുത്വവാദികൾ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ പുറത്തു വന്നു, ആര് പറഞ്ഞു, കോടതികൾ എവിടെയുണ്ട് എന്നൊക്കെ. അന്ന് കോടതിയിൽ അവിടെ ഈ സെക്രട്ടറിയായിട്ട് ജോലി ചെയ്ത ഗുമസ്തനായിട്ട് ജോലി ചെയ്ത ആളുകളും ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയ ആളുകളും ഇതുപോലുള്ള ആളുകളൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഈ വിവരമിട്ട ആളുകളൊന്നും അല്ല. ഇവരൊക്കെ വിവരങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ പലയിടത്തായിട്ട് ആ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ധീരോദാത്തമായ നിലപാടുകൾ മുഖത്ത് നോക്കിക്കൊണ്ട് സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് ആണ് അദ്ദേഹം എടുത്ത് സാക്ഷിയായത്. അപ്പൊ ഈ സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ മുമ്പിൽ ഒരു ബാധ്യതയുണ്ട്. ആ ബാധ്യത വാര്യകുന്നൻ എന്താണോ ഈ സമൂഹത്തോട് പറഞ്ഞത്, അത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്, അധിനിവേശ ശക്തികൾക്കെതിരെ ഒന്നിച്ച് നിൽക്കേണ്ടതിനെ കുറിച്ചാണ്. ആ അധിനിവേശ ശക്തികൾ ബ്രിട്ടീഷുകാർ മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യം നശിപ്പിക്കുന്ന, രാജ്യത്തെ ജനജീവിതം ദുസ്സഹമാക്കുന്ന, രാജ്യത്തെ ചങ്ങലകളിൽ ബന്ധിതമാക്കുന്ന എല്ലാറ്റിനുമെതിരെ ധീരോദാത്തമായി ഉയർന്നു നിൽക്കാൻ മാപ്പിളമാർ മാത്രമല്ല കൈകോർത്തുകൊണ്ട്. ഇന്നലെ അംബേദ്കറെ കുറിച്ച് എനിക്ക് ശവക്കോട് സംസാരിക്കാനുണ്ടായിരുന്നു. ഞാൻ അത് അവസാനിപ്പിച്ച അതേ വാക്കിൽ തന്നെ ഇവിടെ അവസാനിപ്പിക്കുക. മഹാത്മജിയോടൊപ്പം, നേതാജി സുഭാഷ് ചന്ദ്ര ബോസിനോടൊപ്പം, അംബേദ്കറോടൊപ്പം, അതുപോലെ തന്നെ മൗലാന ആസാദിനോടൊപ്പം ഇതുപോലുള്ള നൂറുകണക്കിന് നേതാക്കളോടൊപ്പം, മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, ഇതുപോലുള്ള ആയിരക്കണക്കിന് ആളുകളോടൊപ്പം മുസ്ലിം സമൂഹവും ഹിന്ദു സമൂഹവും മറ്റ് അധസ്ഥിത വിഭാഗങ്ങളും ഇതെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ടാണ് സ്വാതന്ത്ര്യ പോരാട്ടം നടത്തിയത്. ആ പോരാട്ടത്തിന്റെ തുടർച്ച ഇന്നും കാലഘട്ടം താല്പര്യപ്പെടുന്നുണ്ട്. അത് ഒന്നിച്ചിരുന്നുകൊണ്ട് വിടാൻ വാര്യകുന്നത്ത് കുഞ്ഞാമദാജിയുടെ 103ാം ചരമ വാർഷിക ഈ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ എടുക്കുക. സർവനാഥൻ നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും സ്വാതന്ത്ര്യവും ജനാധിപത്യവും പുനഃസ്ഥാപിക്കുന്നതിനുള്ള കഴിവും കരുത്ത് നൽകുമാറാകട്ടെ. ആ നല്ല നാളെ വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എന്റെ വാക്കുകൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.